നമസ്കാരം. വിവാദത്തിന് ഒട്ടും പഞ്ഞമില്ലാത്ത നാട്ടിൽ അതിങ്ങനെ കത്തിക്കയറുകയാണ്. സരിതയിലൂടെയും സോളാറിലൂടെയും സിഡിയിലൂടെയും കറങ്ങി അതിപ്പോൾ ഒരു പ്രതിമയുടെ തലയിലായി. കോൺഗ്രസ്സുകാർ ഈ മുൻ നേതാവിനായി വട്ടമിട്ടിരുന്ന് ധ്യാനം കൂടാൻ തീരുമാനിച്ചു. ശങ്കർ അങ്ങനെ ഭയങ്കരനായി. കുഞ്ഞുഞ്ഞിനു വേണ്ടി പാർലമെൻറ്റിലടക്കം ശബ്ദമുയർന്നു. സിഡി മുന്നേറ്റ യാത്രയടക്കം ഈ ദൃശ്യങ്ങളെല്ലാം മാറി മാറി കണ്ട് ആസ്വദിച്ച് തിരിഞ്ഞു നിന്ന് കുറ്റം പറയുന്നവർ വേറെ. അതിനിടയിലും പ്രശസ്ത യാത്രികൻ നരേന്ദ്രമോദി കേരളത്തിൽ പറന്നിറങ്ങി. കാഴ്ചകളിലേക്ക് കടക്കാം. ഡെമോക്രസിയിലേക്ക് സ്വാഗതം. എവിടെയും ഇപ്പോൾ ഒരു പേരാണ് ഉയർന്നു കേൾക്കുന്നത്, ആർ ശങ്കർ. പ്രതിമ ആയിപ്പോയ അദ്ദേഹം ആരാണെന്ന് പോലും ചിലർ ചോദിക്കുന്നു. അതോടെ കോൺഗ്രസ്സുകാരനായ ശങ്കറിനെ BJP ആക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കത്തിന് തടയിടാൻ KPCC തീരുമാനിച്ചു. ഉദ്ഘാടനത്തിന് കൊല്ലത്തേക്ക് പോകുന്ന വഴിയിൽ കുഴിയിൽ വീണ കുഞ്ഞുഞ്ഞിനെ കരകയറ്റാനുള്ള ശ്രമവും അതിനിടെ തകൃതിയായി നടക്കുന്നു. എന്തിനും ഒരു തുടക്കം വേണ്ടേ? അതുകൊണ്ട് ആദ്യം KSUക്കാരുടെ വെള്ളാപ്പള്ളി വിരുദ്ധ സൂക്തങ്ങൾ കേട്ട് കലാപരിപാടികളിലേക്ക് കടക്കാം. ഇനി KPCC ധ്യാനം കൂടലാണ്. ദുഷ്ടശക്തികൾ ആവാഹിച്ച് വരുതിയിലാക്കാൻ നോക്കുന്ന ശങ്കരശക്തിയെ കൈവിടാതെ കൂടെ നിർത്താനുള്ള കലാപരിപാടി. സുധീരൻ മുതൽ ഇളയ തലമുറയിലെ യുവ നേതാക്കളടക്കം പങ്കെടുക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ കൊടിയുടെ നിറം നോക്കാതെ സുമനസ്സുകളായ എല്ലാവർക്കും പങ്കെടുക്കാം. ധ്യാനം മുടക്കാൻ നടക്കുന്ന എല്ലാ നീക്കങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഒപ്പം മുഖ്യനെ ഒഴിപ്പിക്കാൻ പ്രധാനമന്ത്രി നടത്തിയ കർമ്മങ്ങൾക്കെതിരെയും മന്ത്രങ്ങൾ ഉയരും. അപ്പോൾ തുടങ്ങാം. കൊല്ലത്ത് ശങ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ആ ചടങ്ങ് തുടങ്ങുന്ന 2:45 മുതൽ 3:30 വരെ തിരുവനന്തപുരത്ത് ആർ ശങ്കർ പ്രതിമയുടെ മുന്നിൽ KPCC പ്രാർത്ഥനാ സംഗമം നടത്തും. പ്രാർത്ഥനാ സംഗമം നടത്തും. ശങ്കര ധ്യാനം. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും പ്രവർത്തകരും അതിൽ പങ്കെടുക്കും. ഇന്നലെ വരെ ശങ്കർ സാറിന് കരിമാല ഇട്ടവരും കരിങ്കാലി എന്ന് പറഞ്ഞവരും പോലും ശങ്കറിനെ പോലും ഇപ്പോൾ പുകഴ്ത്തി പറയുന്ന ഒരവസ്ഥ. ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ശങ്കര നാദശരീര പരാ വേദവിഹാര ജീവേശ്വര. അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുമ്പോൾ പ്രതിപക്ഷ പാർട്ടികളെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കതിൽ പരാതിയില്ല. പക്ഷെ ഭരണകക്ഷി കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രിയെ ഒഴിവാക്കി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്യുതാനന്ദം വരെ അദ്ദേഹം ഒരിക്കലും ഉമ്മൻചാണ്ടിയെ പറ്റി നല്ലത് പറയുന്നില്ല. അച്യുതാനന്ദന് വരെ വലിയ ദുഃഖമായി പോയി അദ്ദേഹത്തിനെ ഒന്ന് മാറ്റുന്നത്. ശങ്കര നാദശരീര പരാ വേദവിഹാര ജീവേശ്വര. വീണ് വിട്ട് ഈ അവസരം വന്നപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് ഒന്ന് വിട്ട് ഒന്ന് സഹായിച്ചാൽ കൊള്ളാം ഒന്ന് അഭിപ്രായം. വെള്ളാപ്പള്ളിക്ക് ഒരു വിഷമമുണ്ടായിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല, സന്തോഷമായിട്ട് നിങ്ങളുടെ കാര്യമെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടില്ലേ? ഇപ്പോൾ മുഖ്യമന്ത്രിൻ്റെ ഈ നിലവാരം ഉയരുകയല്ലാതെ നരേന്ദ്രമോദിൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും നിലവാരം താഴോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഇപ്പോൾ ഇന്നലെ വരെ അദ്ദേഹത്തെ അസംബ്ലിയിൽ ഇരുത്തി കരയിപ്പിച്ച് കണ്ടവർക്ക് തന്നെ വളരെ സങ്കടം തോന്നിയില്ലേ? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെക്കുറിച്ച് നിയമസഭയുടെ അകത്തും പുറത്തും ഇപ്പോഴും ഇന്നലെയും അതിൻ്റെ സമരം കഴിഞ്ഞതാണ്. അദ്ദേഹത്തിനോട് ഉമ്മൻചാണ്ടിയോട് ഉണ്ടാവാം. ഉമ്മൻചാണ്ടിയുടെ വെറുപ്പുണ്ടെങ്കിലും അദ്ദേഹം ചീഫ് മിനിസ്റ്ററാണ്. ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ടല്ലേ കേരളത്തിൽ ഞങ്ങൾ ജീവിക്കുന്നത്. ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി.
ധ്യാന വിലക്ഷണ രാഗമേ യോഗമണി. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം BJPയുടെ കേന്ദ്ര നേതൃത്വമാണ് ഇതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ല, ആ ചടങ്ങ് ഒരു സ്വകാര്യ ചടങ്ങാണ്. മഹാനായ ശ്രീ ആർ ശങ്കർ KPCC പ്രസിഡൻ്റായിരുന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ആ ചടങ്ങിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടാണ്. എന്തുമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാതിരിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടെങ്കിലും പ്രോട്ടോക്കോളും കീഴ്വഴക്കങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ സമ്മർദ്ദത്തിന് കീഴടങ്ങാൻ പാടില്ല. അത്രയും വലിയ ദുഃഖം ഉണ്ടാകേണ്ട കാര്യമില്ല. വ്യവസ്ഥിതി തകർന്നു പോവില്ലേ? മുതലക്കണ്ണീരിടേണ്ട കാര്യമൊന്നുമില്ല. പ്രാണമുനീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി. മൗന വിചക്ഷണ ധ്യാന വിലക്ഷണ രാഗമേ യോഗമണി. മുഖ്യമന്ത്രി പങ്കെടുത്താൽ ഞാൻ വരില്ല എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇദ്ദേഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളടിയിൽ ഇദ്ദേഹത്തിനുള്ള മതിപ്പ് ഇവർക്ക് നല്ലപോലെ അറിയാം. പ്രധാനമന്ത്രി താല്പര്യമില്ലായ്മയൊന്നും അറിയിച്ചിട്ടതായിട്ട് എൻ്റെ അറിവിലില്ല. അവിടെ കയ്യടി ബഹളം എല്ലാം ഉണ്ടാവുന്നത് നേർക്ക് അനുകൂലമായിരിക്കും. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി. മനസ്സിലായി, നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കിട്ടും. അതുകൊണ്ട് ഉമ്മൻചാണ്ടി പാടില്ല. చేసిన వాడను నీ వాడను నేనైతే. ഈ പരുവൊന്ന് പൊട്ടട്ടെ, ഈ പൊട്ടിയത് വ്രണമാകാതിരിക്കാൻ ഞങ്ങൾ വന്നത് ഉണക്കാൻ, ആ വ്രണം ആയി വളരാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിവാദം സൃഷ്ടിക്കേണ്ട. ഞങ്ങളുടെ ഈ കർമ്മം ഭംഗിയായി നടത്താൻ നിങ്ങളെല്ലാം സഹായിക്കണം. BJPയുടെയും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെയും അസഹിഷ്ണുതാ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. ലോകമെമ്പാടും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പാർലമെന്റ് അംഗം എന്ന നിലയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ സ്വാഭാവികമായും പങ്കെടുക്കേണ്ടതാണെങ്കിൽ പോലും ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആർ ശങ്കർ എന്ന് പറയുന്നത് അധികായനായ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. എല്ലാവരും ബഹുമാനിച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റായിരുന്നു, ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിച്ചിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹം SNDP യോഗത്തിന്റെ നേതാവായി. ഇടിയടി വരെ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് SN കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ അദ്ദേഹം കെട്ടിപ്പൂട്ടിയത്. ഇനി അദ്ദേഹം പടുത്തുയർത്തിയ ആ സ്ഥാപനങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഉപയോഗിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതിന്റെ ധാർഷ്ട്യം, ഈ വർഗീയത കട്ടിപ്പടർത്താൻ ശ്രമിക്കുന്നവരുടെ മനസ്സിൽ കുടിയേറിയിരിക്കുന്ന അഹങ്കാരത്തിന്റെ ഭാഷ കൂടിയാണ്. Where the Prime Minister of this country has insulted the people of Kerala. He has stopped our Chief Minister from going to a function. The Chief Minister of Kerala is the voice of the people of Kerala, and the Prime Minister has insulted that voice. It's most unfortunate that such pettiness is shown. First and foremost, he is a former Chief Minister, a PCC President, and a icon in the state. How can this be political at all? കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന നീതികേടാണ്. ഈ ശ്രമം ആർ ശങ്കറിന്റെ സ്മരണയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവാണ്. വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും ഇതിന് പരസ്യമായി മാപ്പ് പറയേണ്ടതാണ്. മനസ്സിൽ കുടിയേറിയിരിക്കുന്ന അഹങ്കാരത്തിന്റെ ഭാഷ കൂടിയാണ്. ജീവേശ്വര ശങ്കര ശങ്കര ശങ്കര
ആരെന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. അതിനിടെ പ്രതിമ അനാവരണം മോദിയുടെ ആദ്യ ഔദ്യോഗിക പരിപാടിയാണെന്നാണ് വെള്ളാപ്പള്ളി നാട് നീളെ പാടി നടക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി കേരളത്തിൽ ആദ്യമായി വരുമ്പോൾ ആദ്യമായിട്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊരു സന്തോഷകരമാണ്. ഫസ്റ്റ് വിസിറ്റ് അല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഫസ്റ്റ് പ്രോഗ്രാം ഒഫീഷ്യൽ അത് എയർപോർട്ടിലാണ്. ഒരു കൊല്ലമായി ഞങ്ങൾ ആഗ്രഹിച്ച് ഉമ്മൻചാണ്ടി കത്തും കൊടുത്തുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ആദ്യമായി വന്ന് എയർപോർട്ടിൽ മുഖ്യമന്ത്രിയും ഗവർണറും സ്വീകരിക്കുന്നു. അതോടുകൂടി ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ ചെയ്യാമെന്ന് അദ്ദേഹം ഈ കർമ്മം ചെയ്യാമെന്ന് ഏൽക്കുകയും ആ കർമ്മം ചെയ്തു തരാൻ നരേന്ദ്രമോദി തയ്യാറായി. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ബി ജെ പി എന്ന് പറയുന്നത് എന്താ അർത്ഥം? അത് സംഘാടകരെ തീരുമാനിക്കും. ആ നരേന്ദ്രമോദി ചെയ്യുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. പരിപാടിയുടെ ഔദ്യോഗികതയുടെ പേരുള്ള ഈ തർക്കത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം. കേന്ദ്രത്തിൽ പിടിയുള്ള വെള്ളാപ്പള്ളി RSSന്റെ സഹായത്തോടെ എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന കാര്യം. ഒരവസരം കിട്ടിയാൽ വെള്ളാപ്പള്ളി കേരളത്തിലെ BJPയെയും പരസ്യമായി മാറ്റി നിർത്തും. വി മുരളീധരൻ സ്ഥാനമൊഴിയുന്നതോടെ ഇതെല്ലാം പ്രകടമാകും എന്നിടത്തേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി മാധ്യമ വിചാരണയാണ്. പ്രമുഖരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. വേദിയൊരുക്കി പെട്ടെന്ന് തിരിച്ചു വരാം. ബ്രേക്ക് ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ 2 സെക്കൻഡോ 3 സെക്കൻഡോ വരുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയാണ് മത്സരം. ഞങ്ങൾ ബ്രേക്ക് ചെയ്തു, ഞങ്ങൾ കൊണ്ടുവന്നു. ഈ മാധ്യമ സംസ്കാരം കേരളത്തിന് ഗുണകരമല്ല.